ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സഹാബാക്കളൊക്കെ ബിസിനസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബിമാരെ കോലത്തിൽ ആരൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ട്, അവരെ എത്തിക്സും അവരെ വാല്യൂസൊക്കെ എന്തായിരുന്നു? ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് മറ്റുള്ളവരെ ആശ്രയിക്കാതെ എന്തെങ്കിലും സ്വന്തം കൈകൊണ്ട് ചെയ്യുന്ന കൈത്തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്, ഇതൊക്കെ വലിയ മഹത്വമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നബിമാരുടെ കൂട്ടത്തിൽ പല ആളുകളും ബിസിനസ്സുകാരായിട്ടുണ്ട്, പല ആളുകളും കൈത്തൊഴിൽ ചെയ്തവരായിട്ടുണ്ട്, പല ആളുകളും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയുക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ് പറയേണ്ടത്. നമുക്കറിയാം, നുബുവത്തിന് മുമ്പ് തന്നെ ഒരു ഇന്റർനാഷണൽ ബിസിനസ്മാൻ ആണ് സത്യത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സിറിയ, യമൻ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി കച്ചവടം ചെയ്തതായിട്ടും ആ കച്ചവടത്തിനെ നിയന്ത്രിച്ചതായിട്ടും ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ എത്തിക്സ് എന്ന് പറയുന്നത് അൽ അമീൻ, വിശ്വസ്തത എന്നുള്ളതാണ്, സത്യസന്ധത എന്നുള്ളതാണ്. മക്കയിലെ ആളുകളൊക്കെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കച്ചവടത്തെ വിലയിരുത്തിയിട്ടായിരുന്നു നബി തങ്ങൾക്ക് ഈ ഒരു നാമം വെച്ചിരുന്നത്. അതുപോലെ തന്നെ ആളുകളെ പറ്റിക്കാതെ ബിസിനസ് ചെയ്യുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വ്യക്തി ബിസിനസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ന്യൂനതയുള്ള സാധനം മറച്ചു വെക്കുകയും ന്യൂനതയില്ലാത്തത് മാത്രം പുറത്ത് കാണിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഒരിക്കലും ഇങ്ങനെ ബിസിനസ് ചെയ്യരുത്. ന്യൂനതയുള്ള സാധനം എന്താണോ അത് പുറത്തേക്ക് കാണിച്ചിട്ട് മാത്രം ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ആളുകളെ വഞ്ചിക്കുന്നതാണ്. ആര് വഞ്ചിച്ചോ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു പ്രൊഫഷണൽ ബിസിനസ്മാൻ ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.